ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ മഹാബലിപുരത്തെ ഒരു റിസോർട്ടിൽ നിൽക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ റിസോർട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അവർ തന്നൊരു വെൽക്കം ഡ്രിങ്കാണത്. റിസോർട്ടിൻ്റെ പേരാണ് ബോധി വുഡ്സ്. ഞാൻ ജസ്റ്റ് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാനാണ് പോയത്. ഒരു നൈറ്റിന് അവിടെ 8,000 ആണ് ആകുന്നത്, അതായത് 8,000 രൂപയാണ്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വില്ല പോലത്തെ ഒരു സ്ഥലമാണ് ഞാൻ എടുത്തത്. പിന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ 1.5 കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് ബീച്ചുണ്ട്. പിന്നെ അതുകൂടാതെ ഇവർക്ക് ഒരു ഏവിയറി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടെ പല വർണ്ണങ്ങളിലൊക്കെയുള്ള തത്തകൾ, പിന്നെ പുറത്തുനിന്ന് വിദേശത്തു നിന്നൊക്കെയുള്ള വെറൈറ്റി ഓഫ് പക്ഷികൾ, അങ്ങനെ പലതും ഉണ്ട്. പക്ഷികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. പിന്നെ പക്ഷേ ഫോട്ടോസൊന്നും എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആ പിക്ചേഴ്സൊന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത് അവിടെ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റിലാണ്, റിസോർട്ടിലെ. എൻ്റെ റൂം വൃത്തിയാക്കുന്നതേ ഉള്ളൂ എന്ന് റിസപ്ഷനിലെ ബോയ് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്നതാണ്. അങ്ങനെ റൂം കിട്ടിയതിന് ശേഷമുള്ള റൂം ടൂറാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വില്ല പോലെയാണ്. അപ്പം നമ്മൾ മെയിൻ എൻട്രൻസ് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഹാൾ, ഡൈനിങ് ഏരിയ, പിന്നെ ഒരു ചെറിയൊരു കിച്ചണുണ്ട്. പിന്നെ നമ്മൾ ഒരു ബെഡ്റൂം പോവാണ്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നല്ല വലിയ ബെഡാണ്. പിന്നെ സൈഡിൽ കബോർഡുണ്ട്, ഒരു ചെറിയൊരു പെട്ടിയൊക്കെ വെക്കുന്നൊരു റാക്ക് ഇതിൻ്റെ സൈഡിലായിട്ടും ഉണ്ട്. പിന്നെ ചെറിയ മേശ, TV, AC റൂമിലും ഉണ്ട്, ഹാളിലും ഉണ്ട്. അതിനുശേഷം നമ്മൾ വാഷ്റൂമാണ്. വാഷ്റൂമും നീറ്റ് ആൻഡ് ക്ലീനാണ്, വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ ബാഗൊക്കെ വെച്ച് ഫ്രഷ് ആയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. അതിനുശേഷം നമ്മൾ ഈ ഷോർ ടെമ്പിളിലാണ് പോയത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാൻ. നല്ലൊരു മനോഹരമായൊരു ടെമ്പിളാണ്. വളരെ പ്രാചീനമായ ഒരു അമ്പലമാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചൊരു അമ്പലമാണ്. ഇതിൻ്റെ പിന്നിൽ ഐതിഹ്യമൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ശിവൻ്റെ അമ്പലവും വിഷ്ണുവിൻ്റെ അമ്പലവും ഉണ്ട് ഇവിടെ തന്നെ. ഒത്തിരി ഇങ്ങനെ ഏക്കർ കണക്ക് സ്ഥലം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതിൻ്റെ ഒരു നടുക്കെന്ന് പറയാം ആയിട്ടാണ് ഈ അമ്പലം കാണപ്പെടുന്നത്. പല പല കൊത്തുപണികളും, മനോഹരമായ കൊത്തുപണികളൊക്കെയാണ് കല്ലുകളിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് അവർ ഈ അമ്പലം സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ഒരു കല്ലിൻ്റെ അമ്പലം വളരെ മനോഹരമായ കൊത്തുപണികളൊക്കെയാണ്. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം കാര്യമായിട്ട് അറിയാത്തത് കൊണ്ട് എല്ലാ കൊത്തുപണികളും നമുക്ക് മനസ്സിലാകില്ല. നേരിട്ട് നമ്മൾ നോക്കിയാൽ പോലും മനസ്സിലാകില്ല. പൊട്ടിയും പൊടിഞ്ഞും ഒക്കെയാണ് കിടക്കുന്നത്. 2004 സുനാമി ഇവിടെ അടിച്ചിരുന്നു. അപ്പോൾ കുറേ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ കടലിൽ കൊണ്ടുപോയി. പിന്നെ കടലിലുണ്ടായിരുന്ന അമ്പലത്തിൻ്റെ പുരാതന അവശിഷ്ടങ്ങൾ കുറേയൊക്കെ കരയ്ക്കും അടുത്തായിരുന്നു. ഗ്രാനൈറ്റിൻ്റെ കല്ല് കൊണ്ടുള്ള അമ്പലമെന്നാണ് ഞാൻ അറിഞ്ഞത്, അങ്ങനെയാണ് ഞാൻ വായിച്ചതും. ഇവിടെ ഒരു ഇങ്ങനെയൊരു ശില്പം കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗം അമ്പലത്തിൻ്റെ മറ്റൊരു ദിക്കാണ്. ഞാൻ അത് ചുറ്റും ഒന്ന് നടന്നെടുത്തൊരു വീഡിയോയാണ്. ഈ ഭാഗമൊക്കെ ഇരുട്ടായത് കാരണം ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ്. പിന്നെ ഗേറ്റും അടച്ചിരിക്കുകയായിരുന്നു. 8th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു അമ്പലമാണിത്, പല്ലവ രാജാക്കന്മാർ ചേർന്ന്. അതിനുശേഷം യൂറോപ്യൻ വെള്ളക്കാരെല്ലാം ഇവിടെ വന്നു. ഒത്തിരി ഇങ്ങനെ ആദ്യമൊക്കെ ഇത് ഒരുപാട് മണലൊക്കെ മൂടിക്കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവരാണ് ഇവിടെ എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിൻ്റെ പുറത്തെല്ലാം അവർ കുറേ എക്സ്കവേറ്റൊക്കെ ചെയ്ത് മാറ്റി കുറേ ഭാഗമൊക്കെ കണ്ടെടുത്തത്. ഈ അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ മുഴുവനും നമ്മുടെ നന്ദി ഭഗവാന്റെ കൊത്തുപണികളാണ്. പിന്നെ ആനയും ഉണ്ട്, വരാഹവും ഉണ്ട്. പക്ഷെ കൂടുതലും നന്ദി ഭഗവാനാണ് ഇങ്ങനെ കൊത്തുപണിഞ്ഞ് വെച്ചിട്ടുള്ളത്.
ഇവിടെ ഒരുപാട് കൽപ്രതിമകൾ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന കണ്ടിരുന്നു. സുനാമിയിൽ പൊട്ടിപ്പോയ ഭാഗങ്ങളാണോ എന്ന് എനിക്ക് അറിയില്ല. സന്ധ്യയോടടുത്തപ്പോഴത്തേക്കും ചുറ്റുമുള്ള ലൈറ്റ്സ് എല്ലാം അവർ ഓണാക്കി. ഇങ്ങനെയാണ് അപ്പോൾ കാണപ്പെട്ടത്. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. സിംഹത്തിൻ്റെ ഒരു പ്രതിമ കാണുന്നില്ലേ, അത് ദുർഗാദേവിയും ഒരു ലയണുമാണ്. അത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ആ ഒരു ശില്പം. മഹിഷാസുര മർദിനി ദുർഗ ലയൺ ഷ്രൈൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രഥത്തിൻ്റെ ഒരു ഷേപ്പാണ് ഈ അമ്പലത്തിനുള്ളത്. ഇവിടെ ശിവൻ്റെ പ്രതിമയുണ്ട്, വിഷ്ണുവിൻ്റെ ഉണ്ട്, പിന്നെ ദുർഗാദേവിയുടെ ഉണ്ട്, അനന്തശയനം വിഷ്ണുവിൻ്റെയൊക്കെ പ്രതിമകൾ ഇവിടെയുണ്ട്. 8-8:30 ആകുമ്പോഴത്തേക്കും ഈ അമ്പലം ക്ലോസ് ചെയ്യും. ഇത് നന്ദി ഭഗവാനാണ് എൻ്റെ പിന്നിലത്തെ പ്രതിമ. നല്ല നടപ്പാത, പിന്നെ ചുറ്റുമതിൽ മൊത്തവും നന്ദിയാണ്. വലിയ വലിയ കല്ലുകളാണ് കൊത്തി അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ രാത്രിയായപ്പോൾ ചന്ദ്രനും കൂടെ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പോയ സമയത്ത് ലോക്കൽ ടൂറിസ്റ്റായിരുന്നു അവിടെ കൂടുതലുള്ളത്. എന്നാലും ഞാനൊരു വെള്ളക്കാരനും വെള്ളക്കാരിയും കപ്പിളിനെ ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു അമ്പലം കാണാൻ സന്ദർശിക്കാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇരുട്ടി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങി അമ്പലത്തിൽ നിന്ന്. എന്നിട്ട് തൊട്ടപ്പുറമുള്ള ബീച്ചിലേക്ക് പോയി. ബീച്ചിനടുത്തായിട്ട് ഇങ്ങനെ ഒരു ചേട്ടൻ സമോസ വെക്കുന്ന കണ്ടു. പിന്നെ ഒത്തിരി കളികൾ ഇതുപോലെ ഉണ്ടായിരുന്നു ബീച്ചിൽ. ബലൂൺ പൊട്ടിക്കാം, പിന്നെ റിങ്സ് എറിഞ്ഞ് നമുക്ക് ആ മേശപ്പുറത്തുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ റിങ്സ് എറിഞ്ഞിട്ട് ഒരു 3 കളിപ്പാട്ടം കിട്ടിയായിരുന്നു. ഈ കണ്ടതൊക്കെയാണ് നമുക്ക് കളിച്ച് ജയിച്ച് കിട്ടിയത്. ഈ സംഭവം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. മഹാബലിപുരത്ത് ഒത്തിരി കല്ലിൻ്റെയും തടിയുടെയും ശില്പങ്ങൾ ഇങ്ങനെ ഉള്ള കടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു കുരങ്ങനെ കണ്ടത്. പിന്നെ മനോഹരമായ ബുദ്ധൻ്റെ ശില്പം, ഒത്തിരി നല്ല നല്ല ശില്പങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. നല്ല സീ ഫുഡുള്ള കട നോക്കിയാണ് ഞങ്ങൾ പോയത്. നല്ല ഡിഷ് തന്നെയായിരുന്നു. പ്രോൺ, പിന്നെ സൈഡിലൊരു ബട്ടറിൻ്റെ സോസാണ്, പിന്നെ കലമാരിയുടെ ഫ്രൈഡ് റൈസ് കഴിച്ചു, പിന്നെ ഒന്ന് ചിക്കൻ്റെ ഫ്രൈഡ് റൈസും ആയിരുന്നു. ഇത് അവിടെ വെച്ച് നമ്മൾ ലൈവ് ഫിഷ് കൗണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത മീനാണ്. പിന്നെ ഓരോ ലൈം സോഡയും കുടിച്ചതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നതെല്ലാം ഞാൻ നേരത്തെ ഷോർട്ട് ടെമ്പിളിൽ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാനിവിടെ ഇട്ടുവെന്നേ ഉള്ളൂ. അങ്ങനെ പിറ്റേന്ന് രാവിലത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഓംലെറ്റും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കുറച്ച് വെജിറ്റബിൾസും പിന്നെ വാട്ടർമെലൺ ജ്യൂസും കാപ്പിയും കുടിച്ചതിന് ശേഷം ദോശയുണ്ടായിരുന്നു. ബട്ടർ ദോശയാണ്. അതും കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ടൈമും കൂടി റിസോർട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ മെഹന്തി ഇടുന്ന ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മെഹന്തി ഇട്ടു. അതിന് മുൻപേ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു, സൈക്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം സൈക്ലിംഗ് ചെയ്തതിൻ്റെ ആ ഒരു ഹരത്തിലായിരുന്നു ഞാൻ. എനിക്ക് സൈക്കിൾ തിരിച്ചു കൊടുക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്ന വഴി മനോഹരമായ കുറേ പക്ഷികൾ ഈ വെള്ളത്തിലിരിക്കുന്ന കണ്ടു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേടൻ തങ്ങളെന്ന് ബേർഡ് സാങ്ച്വറി എന്ന് പറഞ്ഞൊരു വീഡിയോ. അവിടെയുള്ള പക്ഷികളാണ് മിക്കതും ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും അതാണ്. അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൈറ്റ് കിട്ടി. നല്ല കാറ്റുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുമാണ്. അടുത്തൊന്നും തണൽ മരങ്ങളൊന്നുമില്ല. ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പക്ഷികളെല്ലാം കുറച്ച് ദൂരെ മാറിയിട്ടാണ്. ഇവിടെ ഒരു ഒറ്റയാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 വെറൈറ്റി പക്ഷികളുണ്ട് ഇവിടെ തന്നെ. ഇവിടെ കുറേ പക്ഷികളിങ്ങനെ തലകുത്തനെ സഞ്ചരിച്ച് പോകുന്നത് കണ്ടു. മീൻ പിടിക്കുന്നതായിരിക്കണം.
അങ്ങനെ അവരെ നോക്കി നിന്നപ്പോൾ ഒരു കൂട്ടം കറുത്ത പക്ഷികൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കണം. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഈ കറുപ്പും വെളുപ്പും എല്ലാ പക്ഷികളും കൂടെ ഒരുമിച്ച് മീൻപിടുത്തവും ആയി ജോയിൻ്റായിട്ട് അവർ വെള്ളത്തിലൂടെ പോകാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു പക്ഷി ലാൻഡ് ചെയ്യാൻ വന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ അപ്പോഴും മനോഹരമായ കാഴ്ചകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. എന്നാലും കുറച്ച് നേരം സമയം ചിലവഴിച്ച് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ദൃശ്യങ്ങളല്ലല്ലോ. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാനും കരുതി. ശേഷം ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി. പീച്ചിൻ്റെ ഐസ് ടീ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇത് തായ് ഫിഷ് കറിയാണ്. അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി റൈസ് തരും. ഈ കാണുന്ന മനോഹരമായൊരു പാത്രമല്ല, നമ്മുടെ ഈ ചിപ്പിയുടെയൊക്കെ ഒരു പുറന്തോട്, ഇതിലാണ് അവർ ബില്ല് നമുക്ക് തന്നത്, വെച്ചുകൊണ്ട് തന്നത്. ഉച്ചിയിൽ വെയിലടിച്ച് നിന്നാലും ഫോട്ടോ മുഖ്യം. അപ്പോൾ ബൈ ബൈ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.